ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. ആദ്യമായിട്ട് തന്നെ എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ചെയ്യുന്നത്. UK-ലെ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സബ്സ്ക്രൈബർ ചോദിച്ചത് എന്തെന്ന് വെച്ചാൽ ക്ലിനിക്കിൽ കയറാനായിട്ട് DH എക്സാം അല്ലെങ്കിൽ DH ലൈസൻസിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. ഉറപ്പായിട്ടും ദുബായിൽ നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുകയാണെങ്കിലും DH അല്ലെങ്കിൽ DOH ഓർ MOH ഏതെങ്കിലും ഒരു പ്രോമെട്രിക് എക്സാം എഴുതി അതിൻ്റെ ലൈസൻസ് എന്തായാലും വേണം കേട്ടോ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ പണ്ടൊക്കെ മേ ബി മീൻസ് ഞാൻ പണ്ടത്തെ എൻ്റെ വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഹോം കെയറിലൊക്കെ വിത്തൗട്ട് ലൈസൻസിലൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ക്ലിനിക്സിൽ ഒരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല. വിത്തൗട്ട് ലൈസൻസിൽ ആരും തന്നെ എടുക്കുന്നില്ല. പിന്നെ ചില ക്ലിനിക്സുകാർ ഹോം കെയർ പോലെ ചെയ്യുന്നുണ്ട്. അവരും ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈസൻസ് ഇല്ലാത്ത നേഴ്സസിനെ എടുക്കുന്നില്ല. ഇപ്പോൾ ലൈസൻസ് ഇല്ലാത്ത നേഴ്സസിനെ എടുക്കുമ്പോൾ തന്നെ അവർക്ക് തന്നെ ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടും. വൺസ് ആരെങ്കിലും നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അവരെ അയക്കുന്നതും ഭയങ്കര റിസ്ക് ആണ്. അല്ലാണ്ട് ഇപ്പോൾ കെയർ ടേക്കർ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതല്ല. അല്ലാണ്ട് കെയർ ടേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള മെയ്ഡിന്റെ അങ്ങനത്തെ സംഭവങ്ങളിലുള്ള മെയ്ഡല്ല, കെയർ ടേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിലൊക്കെ പോയിട്ട് ANMസും അത് ANMs അല്ലെങ്കിൽ അല്ലാത്തവർക്കൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട്. നേഴ്സിംഗ് റിലേറ്റഡ് അല്ലാത്തവർക്കൊക്കെ കെയർ ടേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിൽ അതിപ്പോൾ കൊച്ചുങ്ങളെ നോക്കാനായിട്ട്, അതായത് പീഡിയാട്രിക് ഓർ അഡൾട്ട് കെയർ അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ലൈസൻസിനൊന്നും ആവശ്യമില്ല. അത് വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് വൈസ് എനിക്ക് അറിയില്ല. പക്ഷെ അങ്ങനത്തെ കുറെ ആൾക്കാരെ ഞാൻ കാണാറുണ്ട് ഡെയിലി. ഇപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ ഇപ്പോൾ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന്റെ ഒക്കെ കൂടെ കുറേ പേര് വരുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ അവർക്ക് ലൈസൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്കൊരു മച്ച് മോർ എഡ്യൂക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് അവര് ഹൗസ് മെയ്ഡിന്റെ വിസ എടുത്തിട്ടാണ് അവർ അങ്ങനെ കെയർ ടേക്കറിന്റെ ജോലിക്ക് പോകുന്നത്. അവർക്ക് വളരെ കുറഞ്ഞ സാലറി ആണ് ഉള്ളത് കേട്ടോ. പക്ഷെ നമ്മുടെ നേഴ്സസിന് UK-യിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഉറപ്പായും ഏതെങ്കിലും ഒരു ലൈസൻസ് മസ്റ്റ് ആയിട്ട് വേണം. അത് ക്ലിനിക്കോ ഹോം കെയറോ ഹോസ്പിറ്റലോ എവിടെ ആയിക്കോട്ടെ നമുക്ക് ലൈസൻസ് മസ്റ്റ് ആയിട്ട് വേണം. ലൈസൻസ് ഇല്ലാണ്ട് എവിടെയും തന്നെ എടുക്കില്ല. അപ്പോൾ സബ്സ്ക്രൈബർ ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിനിക്കിൽ കയറാനായിട്ട് DH എന്ന് പറഞ്ഞാൽ ദുബായിൽ വർക്ക് ചെയ്യാനായിട്ട് വേണമെന്നുള്ളത് എന്തായാലും വേണം, മസ്റ്റ് ആയിട്ടും വേണം. അതിൻ്റെ ക്രൈറ്റീരിയനെ കുറിച്ചും എന്തൊക്കെയാണ് എടുക്കേണ്ടതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസുകളൊക്കെ ഞാൻ പ്രീവിയസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി കാണണം എങ്ങനെ എടുക്കണം എന്തൊക്കെയാന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു GNM കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾ എന്തായാലും എന്താക്കാം, എക്സാം എഴുതുക, പഠിക്കുക. DH എക്സാമിനോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ വരാൻ ഉദ്ദേശിക്കണമെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ചേരുക, എന്നിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. എന്നിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡാറ്റ ഫ്ലോ, നിങ്ങളുടെ ഗുഡ് സ്റ്റാൻഡിങ്ങും BLS എല്ലാം ചെയ്യുക. എന്നിട്ട് നിങ്ങളെല്ലാം വെച്ചിട്ട് എലിജിബിലിറ്റിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിസ്സാര കാര്യം തന്നെ ഉള്ളൂ. നമുക്ക് വിചാരിച്ചാൽ ഉറപ്പായും ലൈസൻസ് എടുക്കാൻ പറ്റും. ഇത് വലിയൊരു സംഭവമോ വലിയ എക്സാമോ കാര്യങ്ങളോ ഒന്നും അല്ല. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നെയാണ്. 150 ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ടൈം പീരീഡ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നാട്ടിൽ എക്സാം എഴുതാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇപ്പൊ നാട്ടിൽ തന്നെ കുറേ സെന്ററുകളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ മീൻസ് ക്ലാസ്സുകളും കുറേ എല്ലാവരും ഓൾമോസ്റ്റ് കുറേ സെന്ററുകൾ ഉണ്ട് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ വൺസ് അതിൽ കയറി എന്ത് ചെയ്യാം, നിങ്ങളൊരു ഐഡിയ ഉണ്ടാക്കുക എന്തൊക്കെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ അങ്ങനെ അവർ പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉറപ്പായും എഴുതാൻ പറ്റും. 100% ഷുവറാണ്. ഉറപ്പായും നമുക്ക് എഴുതിയാൽ കിട്ടും ചെയ്യും കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജോലിയിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് എക്സാം എഴുതുക. എക്സാം സെൻറ്ററുകൾ കുറേ നാട്ടിലുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡാറ്റ ഫ്ലോ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് എലിജിബിലിറ്റി എടുക്കുക. എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഉറപ്പായും ക്ലിനിക്സിലും നിങ്ങൾക്ക് കിട്ടും GNMസിന്. അപ്പോൾ എന്ത് ചെയ്യുക, അതുപോലെ ട്രൈ ചെയ്തുക. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ANMസിന് ജോലി കിട്ടുമോ എന്നുള്ളത്. ANMസിന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ അങ്ങനത്തെ ഒരു കാറ്റഗറി, കെയർ ടേക്കർ എന്നുള്ളൊരു കാറ്റഗറിയിലാണ്. അത് നേഴ്സിംഗിന് വിട്ടുപോയിട്ടുള്ളൊരു വേറൊരു ഇതിലേക്കാണ്, ജോബ് ഓഫറാണ് അവരത് കൊടുക്കുന്നത്. അപ്പോൾ അത് അത്ര എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് വൈസ് അറിയില്ല. അതുകൊണ്ട് നിലവിലെ ANMസിനൊന്നും ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ കാര്യങ്ങളിലോ ഹോം കെയറിലോ ഒന്നും എടുത്തു വരുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതർ നാഷണാലിറ്റി, ഫിലിപ്പീൻസ് അങ്ങനത്തെ അതർ നാഷണാലിറ്റീസിനൊക്കെ അവരെടുക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അവർക്കൊക്കെ ഇവിടെ ഓൾറെഡി പ്രീവിയസ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരെയാണ് എടുക്കുന്നത്. അല്ലാത്ത ആൾക്കാരൊന്നും ഞാൻ എടുത്തു വരുന്നതായിട്ട്, അതായത്
മെയിനായിട്ട് നമ്മുടെ ഇന്ത്യൻസ് ANMസിനെ ഒന്നും എടുത്തു വരുന്നതായിട്ട് കാണുന്നില്ല. പ്രീവിയസ് നിന്നവർക്ക് അതായത് കുറച്ച് വർഷം മുന്നേ ഉള്ളവർക്കൊക്കെ ചിലവരൊക്കെ ഇവിടെ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അല്ലാണ്ട് ANMസിനെ വിത്തൗട്ട് ലൈസൻസിനൊന്നും ഹോം കെയറിൽ പോലും ഇപ്പൊ എടുക്കുന്നില്ല കേട്ടോ. അപ്പൊ കുറെ പേര് ANMസിന് വേക്കൻസി ഉണ്ടോ, ANMസിന് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ANMസിനൊന്നും ആരും ഇപ്പൊ എടുക്കുന്നില്ല. ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വിത്തൗട്ട് ലൈസൻസിലൊന്നും നഴ്സസിനെ എവിടെ ഇടുന്നില്ല. ഇപ്പൊ എല്ലാവർക്കും എല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹോം കെയറിൽ പോയാൽ പോലും തന്നെ അവരെല്ലാം ഇപ്പോൾ വൺസ് നമ്മൾ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അവർ ആദ്യം ചോദിക്കുന്നത് നമ്മുടെ ലൈസൻസ് ആണ്. നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ, നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ ഇതുള്ളത്, നിങ്ങളുടെ എവിടെ പഠിച്ചിറങ്ങി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹോം കെയേഴ്സ് തന്നെ ആരും തന്നെ വിത്തൗട്ട് ലൈസൻസിൽ ഇല്ലാത്തവരും വിത്തൗട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവരും ഒന്നും അധികം എടുക്കുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്ത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, അന്വേഷിച്ച് അപ്ലൈ ചെയ്തിട്ട് വരിക. അല്ലാണ്ട് ഓടിച്ചാടി ഒന്നും ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല, ഇവിടെ ജോലി കിട്ടില്ല. അങ്ങനെ വന്നിട്ട് വെറുതെ നിങ്ങളുടെ പൈസയും ടൈമും ഒക്കെ വേസ്റ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ നാട്ടിലിങ്ങനെ GNMസിന് ANMസിന് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഫേക്ക് ആയിട്ടുള്ള ഏജൻസീസുകളൊക്കെ ഉണ്ട്. അതിലൊന്നും പോയി പൈസ കൊടുത്ത് തല വെച്ച് കൊടുക്കരുത്. പ്രോപ്പറായിട്ട് അന്വേഷിക്കുക. ഇവിടെ നിലവിൽ ലൈസൻസ് ഇല്ലാത്തവർക്കൊക്കെ ചാൻസ് വളരെ 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 കുറവാണ്. അപ്പോൾ മാക്സിമം അങ്ങനത്തെ ഏജൻസികൾ പറഞ്ഞ് പറ്റിക്കുന്നവരിലൊന്നും പോയി പെടാണ്ട് നിങ്ങൾ തന്നെ ജെന്യൂൻ ആയിട്ട് എന്ത് ചെയ്യുക, അന്വേഷിച്ച് പിടിച്ചിട്ട് എന്താക്കുക, ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്ത് പ്രോപ്പറായിട്ട് വരിക കേട്ടോ. ഇതായിരുന്നു ആ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും എനിക്ക് മെസ്സേജ് അയക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.